നമ്മളെ ഇപ്പോൾ അത് ആലങ്കാരികമായി പറയുന്നതല്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്താവട്ടെ, രാഷ്ട്രീയ കാലത്താവട്ടെ, ഏത് കാലത്തും നമുക്ക് ശ്രീനിവാസന്റെ സിനിമകളിലെ ഒരു ഡയലോഗ് ഇല്ലാത്ത ഒരു ദിവസമില്ല. രാഷ്ട്രീയ കാലത്താണെങ്കിൽ പ്രത്യേകിച്ചും. ഈ കുമാരപിള്ള സാറൊക്കെ ഇലക്ഷൻ സമയത്തൊക്കെ എല്ലാ ദിവസവും നമ്മൾ ഓർത്തു വെക്കാറുണ്ട്. അപ്പോൾ ആ ഡയലോഗുകൾ അവിടെ നിൽക്കുന്നുണ്ട്. അതേസമയം തന്നെ മോഹൻലാലിൻ്റെ കഥാപാത്രം നായികയെ തട്ടിക്കൊണ്ടുപോകാൻ വരുന്നുണ്ട്. അപ്പോൾ അതിന് സഹായിയായി മിഥുനത്തിൽ ശ്രീനിവാസൻ്റെ കഥാപാത്രമുണ്ട്. അപ്പോൾ ആദ്യം നായികയുടെ സഹോദരി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഈ 12 വയസ്സുള്ള കൊച്ചിനാണോ മുതലാളി 11 വർഷമായി പ്രേമിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ശ്രീനിവാസൻ. അത് കേൾക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ വളരെ ഈസി ആയിട്ടുള്ള ഡയലോഗാണ്. പക്ഷേ അതെന്തൊരു ഡയലോഗാണ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ എത്ര ഡയലോഗാണ് നമ്മുടെ ഓർമ്മയിലുള്ളത്. ശരി, നമ്മളിപ്പോൾ ശ്രീനിവാസൻ മരിച്ചു കിടക്കുന്ന ഈ രാത്രി ശ്രീനിവാസനെ നമ്മൾ ഓർക്കുകയാണ്, വരേണ്ടത് സങ്കടമാണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ ഓർത്താൽ ചിരിക്കാതെ ഓർക്കാൻ പറ്റുമോ ശ്രീജിത്ത് പണിക്കർ? തീർച്ചയായിട്ടും ഹാഷ്മി നമ്മളെല്ലായ്പ്പോഴും ഒരു പ്രധാനപ്പെട്ട ചലച്ചിത്രകാരനൊക്കെ മരിക്കുന്ന സമയത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിന് നമ്മൾ വേണ്ട അത്രയും ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് ശ്രീനിവാസൻ പൂർണ്ണമായും ഉപയോഗപ്പെട്ടതിന് ശേഷം മരണപ്പെട്ട ഒരു കലാകാരനാണ് എന്നാണ്. ഒരുപക്ഷെ മറ്റേതൊരു കലാകാരനും ഒരു 68-69 വർഷത്തെ ജീവിത കാലയളവിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ കഴിയാത്ത, അതിന് കൊതിക്കുന്ന നേട്ടങ്ങളെല്ലാം തന്നെ കൈപ്പിടിയിൽ ഒതുക്കിയ ആളാണ്. ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത് നിരവധി ഹിറ്റ് സിനിമകൾ, ആൾക്കാരുടെ മനസ്സിലെല്ലാം ഒരു വലിയ സ്ഥാനം. ഒരുപക്ഷെ ഈ രാത്രിയിൽ ആ വീട്ടിലേക്ക് അണമുറിയാതെ ആളുകളുടെ പ്രവാഹം ഉണ്ടാകുന്നതെല്ലാം തന്നെ അതിൻ്റെ പേരിലാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാർക്കശ്യക്കാരനാണ് എന്നൊക്കെ പലരും പറയുമെങ്കിലും അദ്ദേഹം വളരെ തമാശയോട് കൂടിയിട്ട് പബ്ലിക് ഫംഗ്ഷനുകളിലൊക്കെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ വർഷമാണ്. ഒരു അവാർഡ് ദാന ചടങ്ങാണ്. ഒരു സംഘടന അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കുകയാണ്. അപ്പോൾ ആ അവാർഡ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം വളരെ തമാശയോടുകൂടി ഈ അവാർഡ് വാങ്ങിയതിന് ശേഷം അവിടെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയുകയാണ്, കാശുള്ള അവാർഡാണ് നല്ലത്, ഇനി കാശുള്ള അവാർഡ് കിട്ടുന്നതാണ് ഇഷ്ടം. അപ്പോൾ അടുത്ത വർഷവും നിങ്ങൾ ഈ അവാർഡ് എനിക്ക് തന്നെ തരണം, ഞാനിവിടെ അടുത്താണ് താമസിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്കും വിളിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് വരുന്നതിനും വലിയ ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അദ്ദേഹം അത് പറയുമ്പോൾ മറ്റു പല പ്രധാനപ്പെട്ട ചലച്ചിത്രകാരന്മാർ പറഞ്ഞിരിക്കുന്ന ഒരു വിമർശനമുണ്ട്, അല്ലെങ്കിൽ പല മേഖലകളിലുള്ള ആൾക്കാർ, നമ്മൾ ഈ ശിലാഫലകമൊക്കെ തന്നിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല, ഇതൊന്നും വീട്ടിൽ വെക്കാൻ സ്ഥലമില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനെ വളരെ ലൈറ്റായിട്ട് ആ ഒരു സമയത്ത് ഒരു അവാർഡ് കിട്ടുന്ന സമയത്ത് ശ്രീനിവാസൻ അല്ലാതെ മറ്റാർക്കെങ്കിലും അങ്ങനെ പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിലെ ഡയലോഗ് ഇല്ലാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് ഇല്ലാത്ത ഒരു ദിവസം നമുക്ക് കടന്നു പോകുന്നില്ല എന്ന്. അന്ന് എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ, സിനിമകളെ, അതിൽ നിന്നുള്ള സീനുകളെ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദുരുപയോഗിച്ചിട്ടുള്ള ഒരാളാണ് ഞാനെന്ന് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കുടുകുടാ ചിരിക്കുകയാണ്. അപ്പോൾ അത്രത്തോളം അതിനെ എൻജോയ് ചെയ്യുന്ന, മറ്റുള്ള ആൾക്കാരും മറ്റ് തലമുറകളും ഒക്കെ തന്നെ അത് എൻജോയ് ചെയ്യട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു കടുംപിടുത്തവും ഇല്ലാതെ നിൽക്കുന്ന ഒരാളാണ്. നമ്മൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നത്? കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അദ്ദേഹം പറയുന്നതെല്ലാം സാധാരണക്കാരായിട്ടുള്ള നമ്മളെല്ലാവരുടെയും ജീവിതത്തിനെ വളരെയധികം സ്വാധീനിച്ചിരിക്കുന്ന കഥാപാത്രങ്ങളാണ്. അതിൽ നമ്മൾ നമ്മളെ തന്നെയാണ് കാണുന്നത്. അത്രത്തോളം സ്വാധീനം ചെലുത്തിയിരിക്കുന്ന ഒരു കലാകാരൻ ഉണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. നമ്മൾ ജഗദീഷ് ശ്രീകുമാറിനെ പറ്റി പറയും, പക്ഷേ ജഗദീഷ് ശ്രീകുമാറിൻ്റെ ആ തമാശ ആസ്പെക്റ്റിനേക്കാൾ കൂടുതൽ ഇദ്ദേഹം ഒരു എഴുത്തുകാരൻ കൂടി ആയതുകൊണ്ട് നമ്മളെ ചിരിപ്പിക്കുകയാണോ ചിന്തിപ്പിക്കുകയാണോ, ഇതിൽ ആദ്യം സംഭവിക്കുന്നത് ഏതാണ് എന്ന് പോലും ഒരുപക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല. അപ്പോൾ നമ്മുടെ ജനറേഷൻ, നമ്മുടെ ജനറേഷനിൽ ഒരുപക്ഷെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകൾ എന്ന് പറയുന്നത് ചെറുപ്പം മുതൽ തന്നെ നമ്മൾ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ഒക്കെ പേരിൽ അടികൂടി വളർന്ന ആൾക്കാരാണ്. ഈ രണ്ടാൾക്കാർക്കും ഒരു താരപരിവേഷത്തിൻ്റെ പകിട്ടുണ്ട്. ശ്രീനിവാസൻ അതില്ല. അദ്ദേഹത്തിലൂടെ അതുകൊണ്ട് നമ്മൾ കാണുന്നത് നമ്മളെ തന്നെയാണ്, നമ്മുടെ കുറവുകളെയാണ്, നമ്മുടെ ആശങ്കകളെയാണ്, നമ്മുടെ വേദനകളെയാണ്, നമ്മുടെ ചെറിയ സന്തോഷങ്ങളെയാണ്. സൂപ്പർ സ്റ്റാറുകളുടെ സിനിമ കാണുന്ന സമയത്ത് നമ്മുടെ ആസ്പിറേഷൻസ് ആണല്ലേ, ഫാൻറ്റസിയാണ് നമ്മൾ കാണുന്നത്. അധികം ആൾക്കാർക്കൊന്നും തന്നെ ഒരു തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സോ പൂവള്ളി ഇന്ദുചൂടനോ ഒന്നും ആകാൻ കഴിയില്ല. പക്ഷെ ശ്രീനിവാസൻ അദ്ദേഹം ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ഏതാണ്ട് എല്ലാ ആൾക്കാർക്കും ആകാം. അതിപ്പോൾ അക്കരയിലെ വിജയനായാലും, മിഥുനത്തിൽ നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള പ്രേമനായാലും, വിദ്യാരംഭത്തിലെ സുധാകരനായാലും ഒക്കെ തന്നെ നമുക്ക് ആകാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കേവലം ആത്മവിമർശനം മാത്രമല്ല, രാഷ്ട്രീയ സാമൂഹ്യ വിമർശനം മാത്രമല്ല, സ്വന്തം ഇൻഡസ്ട്രി വിമർശിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ വലിയ രീതിയിലത്തേക്കുള്ള വിമർശനം ഉണ്ടാകും, തിരിച്ചിങ്ങോട്ട് കിട്ടും എന്നൊക്കെ അറിയാമായിരുന്നിട്ടും തൻ്റെ ഇൻഡസ്ട്രിയെ പോലും, അല്ലെങ്കിൽ അതിലുള്ള പ്രവണതകളെ പോലും അദ്ദേഹം വിമർശിക്കുന്നതിനും നിശ്ചിതമായിട്ടുള്ള പരിഹാസത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം വിധേയമാക്കുന്നതിനും ഒന്നും തന്നെ ഒരു മടിയില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ വളരെ ബോൾഡായിട്ടുള്ള, തൻ്റെ ശരീരത്തിനെ ഒരു ടൂളായി ഉപയോഗിച്ച, ഒരു മനുഷ്യൻ്റെ കുറവുകൾ അല്ലെങ്കിൽ അതിലൊരാൾക്ക് തോന്നുന്ന അപകർഷതാബോധം, ഇതിനെയൊക്കെ തന്നെ എങ്ങനെ ഒരു ഫിലിമി കമോഡിറ്റി ആക്കി മാറ്റാം എന്ന രീതിയിലത്തേക്കൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച ഒരു മഹാരഥനാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി
ഈ 69 വർഷം മാത്രമേ അദ്ദേഹം ജീവിച്ചിട്ടുള്ളൂ എന്ന് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ, അദ്ദേഹത്തിൻ്റെ തിരക്കഥ നടത്തിയിരിക്കുന്ന ചിത്രങ്ങൾ, അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രങ്ങൾ, അദ്ദേഹം അഭിനയിച്ചിരിക്കുന്ന ചിത്രങ്ങൾ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഞെട്ടൽ തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപക്ഷെ ജീവിതത്തിലെ ലൈഫിനെ ഫുള്ളസ്റ്റ് എൻജോയ് ചെയ്ത് തൻ്റെ ജീവിതത്തിലുള്ള ഓരോ ജീവന്റെ കണത്തിനെയും മാക്സിമം പ്രയോജനപ്പെടുത്തിയിട്ട് ഒരുപക്ഷെ പോയിരിക്കുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് നമ്മൾ പരമാവധി സംഭാവന ചെയ്തിട്ടാണ് ശ്രീനിവാസൻ മടങ്ങിയത്. ഉറപ്പായും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.